don't, doesn't, haven't, hasn't. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇവയെല്ലാം എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? എന്നാൽ ഈ വീഡിയോ കാണുന്നതിലൂടെ കൺഫ്യൂഷൻ ഇല്ലാതാക്കാം. don't, doesn't എന്നത് നമുക്കൊരു കാര്യം ഇല്ല എന്ന് പറയുന്നിടത്ത് don't അല്ലെങ്കിൽ doesn't ഉപയോഗിക്കാം. എന്നാൽ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ haven't അല്ലെങ്കിൽ hasn't ഉപയോഗിക്കാം. ഈ സെൻറ്റൻസ് നോക്കൂ. I have a pen. എനിക്ക് ഒരു പേനയുണ്ട്. എന്നാൽ എനിക്കൊരു പേനയില്ല എന്ന് നെഗറ്റീവ് ഫോമിലാണ് പറയുന്നതെങ്കിൽ don't have ഉപയോഗിച്ച് പറയാം. I don't have a pen. എനിക്ക് എന്നതിന് പകരം അവൾക്ക് എന്നാണ് പറയുന്നതെങ്കിൽ don't have എന്ന് ഉപയോഗിക്കരുത്, doesn't have എന്നാണ് ഉപയോഗിക്കേണ്ടത്. She doesn't have a pen. ഇവിടെ ഓർത്തിരിക്കേണ്ട ഗ്രാമർ റൂൾ he, she, it അല്ലെങ്കിൽ ഏതെങ്കിലും പേര് വരികയാണെങ്കിൽ doesn't have എന്നാണ് വരേണ്ടത്. doesn't have എന്നത് does not എന്നതിൻ്റെ കൺട്രാക്ഷൻ ആണ്. ഇത് കൂടാതെ doesn't have കഴിഞ്ഞ ശേഷം ഒരു നൗൺ ആയിരിക്കും വരുന്നത് എന്നും ഓർത്തു വെക്കുക. നൗൺ എന്നതുകൊണ്ടുകൂടെ അർത്ഥമാക്കുന്നത് നാമം എന്നാണ്. അങ്ങനെയാവുമ്പോൾ ഈ സെൻറ്റൻസിൽ നൗൺ ഏതാണ്? പെൻ. I don't have a pen. എനിക്ക് ഒരു പേനയില്ല. നെക്സ്റ്റ് haven't, hasn't. ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴാണ് hasn't അല്ലെങ്കിൽ haven't ഉപയോഗിക്കുന്നത്. എക്സാമ്പിളായി ഈ ഒരു സെൻറ്റൻസ് നോക്കാം. I have taken that pen. ഞാൻ ആ പേന എടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ആ പേന എടുത്തിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ I haven't taken that pen. ഇവിടെ ഞാൻ എന്നതിന് പകരം അവൻ പേന എടുത്തിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിലോ അപ്പോൾ haven't ഉപയോഗിക്കരുത്, hasn't എന്നാണ് ഉപയോഗിക്കേണ്ടത്. He hasn't taken that pen. അവൻ ആ പേന എടുത്തിട്ടില്ല. ഇങ്ങനെ haven't, hasn't സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഗ്രാമർ റൂൾ സബ്ജക്റ്റ് അതായത് പ്രവൃത്തി ചെയ്യുന്ന ആൾ I, you, we, they haven't ആണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ he, she, it അല്ലെങ്കിൽ ഒരാളുടെ പേര് വരികയാണെങ്കിൽ hasn't ആണ് ഉപയോഗിക്കേണ്ടത്. ഓർത്തിരിക്കേണ്ട രണ്ടാമത്തെ ഗ്രാമർ റൂൾ hasn't അല്ലെങ്കിൽ haven't കഴിഞ്ഞ ശേഷം വരുന്നത് ഒരു വേർബ് ആയിരിക്കും, വേർബിൻ്റെ മൂന്നാമത്തെ ഫോം. അങ്ങനെയാകുമ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ. ടേക്ക് എന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ടേക്കൺ ആണ് വന്നിരിക്കുന്നത്. I haven't taken. He hasn't taken. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി ലളിതമായി പറയുകയാണെങ്കിൽ ഡു നോട്ട്, ഡസ് നോട്ട് കഴിഞ്ഞ ശേഷം വരുന്നത് നൗൺ ആയിരിക്കും. haven't, hasn't കഴിഞ്ഞ ശേഷം വരുന്നത് ഒരു ആക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഗ്രാമർ ലെസൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.